2008 നവംബർ 26 ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും മറക്കാനും പൊറുക്കാനുമാവാത്ത ദിവസം. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത പാകിസ്ഥാൻ ഭീകരരെ രാജ്യം ഒരൊറ്റ മനസ്സോടെ നേരിട്ട ദിനരാത്രങ്ങൾ. ആ ഓർമ്മകൾക്ക് ഇന്ന് 14 വയസ്സ്. 2008 നവംബർ 26 പാകിസ്ഥാനിൽ പരിശീലനം നേടിയ ലഷ്കർ-ഇ-തൊയ്ബ ഭീകരവാദികൾ മുംബൈ താജ്മഹൽ പാലസ് ഹോട്ടലിൽ തമ്പടിക്കുന്നു. മുന്നിൽ കാണുന്നവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തുന്നു, ബന്ദികളാക്കുന്നു. അന്ന് ഭീകരരെ തുരത്താനെത്തിയ ദേശീയ സുരക്ഷാ സേന 51 NST വിങ്ങിന്റെ നായകനായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. സ്വന്തം സേനയെ മുന്നിൽ നിന്ന് നയിച്ച നായകൻ. ഭീകരർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി ഒട്ടേറെ പേരെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ആ നായകൻ ആ പോരാട്ടത്തിനൊടുവിൽ വെടിയേറ്റ് വീണു. അതെ, അദ്ദേഹം രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചു. കരുത്തിന്റെ പര്യായമാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അമ്മ ധനലക്ഷ്മിയോട് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരിക്കലും മറ്റുള്ളവരെ മുന്നിൽ തള്ളിയിട്ട് ഞാൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോരില്ല. മറ്റുള്ളവരെ രക്ഷിക്കാനേ നോക്കൂ. കഴിയുന്നത്ര പേരെ രക്ഷിക്കും. ഞാൻ മരിച്ചാലും മറ്റുള്ളവർ മരിച്ചാലും എനിക്കത് ഒരുപോലെയാണ്. കരുത്ത് വിളിച്ചോതുന്ന കരുത്തനായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ വാക്കുകൾ. മേജർ, നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഓരോ ഭാരതീയന്റെ മനസ്സിലും ജീവിക്കുന്നു. രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ ത്യജിക്കുന്ന ഓരോ പട്ടാളക്കാരെയും ശിരസാ നമിച്ചുകൊണ്ട് സല്യൂട്ട്.